ലക്ഷദ്വീപിലെ തിണ്ടകരയിൽ കോടതി നിർദ്ദേശം ലംഘിച്ച് വൻകിട ടൂറിസം പദ്ധതിയുമായി അധികൃതർ മുന്നോട്ട്. പ്രദേശവാസികളുടെ ഭൂമി കയ്യേറിയതിനു പുറമെ താൽക്കാലിക നമസ്കാര പള്ളിയും പൊളിച്ചുമാറ്റി. ഗുജറാത്തിലെ പ്രവേഗ് കമ്പനിയാണ് ദ്വീപിൽ ടെന്റ് സിറ്റി എന്ന പേരിൽ റിസോർട്ട് നിർമ്മിക്കുന്നത്. പ്രതിഷേധവുമായി ദ്വീപ് നിവാസികളെത്തി. കോൺഗ്രസ് പ്രതിനിധി സംഘം തിണ്ടകര സന്ദർശിച്ചു. അവരെടുത്തിരിക്കുന്ന ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒരു പെർമനന്റ് സ്ട്രക്ചറാണ്. തറ കാണാം, അതിന് ഡെപ്ത് 4 അടിയോളം ഡെപ്ത് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വീതിയുള്ള കൺസ്ട്രക്ഷനാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള തൈകളൊക്കെ നശിപ്പിച്ച് ഇവിടെ ഒരുപാട് കാടുകളും തൈകളും വൃക്ഷങ്ങളുമുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തിലെ മൊത്തത്തിലുള്ള ആ കാടുകളും ചെടികളൊക്കെ നശിപ്പിച്ചതിന് ശേഷമാണ് അവർ ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. ഇത് പെർമനന്റ് നമ്മളെ ഒരു ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാക്കും, ആ ബിൽഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന ഫൗണ്ടേഷനേക്കാൾ ശക്തമായ ഇതിൻ്റെ അടിയിലേക്ക് നല്ല ഡെപ്ത് ഉണ്ട്. ആ ഡെപ്തിൽ നിന്നുമാണ് വരുന്നത്. ഇവർ പറയുന്ന ഈ സുനാമി അടിച്ചാലും ഈ ടെന്റുകൾ നശിക്കാൻ പാടില്ല എന്നുള്ള ആ ലെവലിലേക്കുള്ള ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടാണ് പെർമനന്റ് കൺസ്ട്രക്ഷൻ ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുജീബ് റഹ്മാൻ ചേരുന്നു. മുജീബ്, ടൂറിസത്തിന്റെ പേരിൽ വലിയ കയ്യേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അത് എത്ര വലിയ ആഘാതമുണ്ടാക്കും? ധന്യ, ലക്ഷദ്വീപിലെ തിണ്ണകര ദ്വീപിൽ ഏതാനും ദിവസങ്ങളായി ഈ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിരുന്നു. ഇപ്പോൾ തന്നെ അവിടെ ആ ദ്വീപിൻ്റെ തീര നിയമങ്ങൾ പാലിക്കാതെ കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലടക്കം വലിയ തോതിലുള്ള കോൺക്രീറ്റ് അടിത്തറകളിലുള്ള എടുപ്പുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിലെ കോൺഗ്രസ് പ്രതിനിധി സംഘം ഈ പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു. അവിടെ നിന്നും അവർ പുറത്തുവിട്ട ദൃശ്യങ്ങളനുസരിച്ച് ഈ കോൺക്രീറ്റ് അടിത്തറകളിൽ വലിയ തോതിലുള്ള ഇരുമ്പ് തൂണുകൾ സ്ഥാപിക്കുകയും അതിനുമേൽ ടെൻറ്റുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഗത്തി ദ്വീപിലുള്ള ദ്വീപ് നിവാസികളായ ആളുകളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇതിനെതിരെ ഇവർ കോടതിയെ സമീപിച്ചിരുന്നു. കേരള ഹൈക്കോടതി ഈ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ നിർത്തിവെക്കണമെന്ന സ്റ്റേ നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം അമിനി ദ്വീപിലെ കോടതിയും ഒരു സിവിൽ കേസ് എന്ന നിലയിൽ ഇത് പരിഗണിച്ച് അവിടെ സ്റ്റേ നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശത്തേക്ക് കടന്നു ചെല്ലുകയും അവിടെ ചെറിയ തോതിലുള്ള സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേരള ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോഴും നിർബാധം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലക്ഷദ്വീപിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ബംഗാരം ദ്വീപിൽ തുടങ്ങി തൊട്ടടുത്തുള്ള തിണ്ണകര ദ്വീപിലേക്ക് ഈ ഗുജറാത്ത് ആസ്ഥാനമായുള്ള പ്രവേഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ നിർമ്മാണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മാണത്തിന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒത്താശയുണ്ട്. അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് ഈ കമ്പനിക്ക് ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. പക്ഷേ കോടതി ഇതിനെ ശക്തമായി എതിർക്കുകയാണുണ്ടായത്. അതോടൊപ്പം തന്നെ തീരദേശ നിയമങ്ങൾ ലക്ഷദ്വീപിൽ അതികർശനമായി പാലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തീരദേശത്ത് നിന്നും 20 മീറ്റർ അകലെയല്ലാത്ത ദ്വീപിലുള്ള സാധാരണക്കാരുടെ വീടുകളും അവരുടെ കെട്ടിടങ്ങളുമെല്ലാം പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ 20 മീറ്റർ പോലും ഈ കടലിൽ നിന്നും 20 മീറ്റർ പോലും അകലെയല്ലാത്ത രീതിയിൽ പ്രവേഗ് ഗ്രൂപ്പിൻ്റെ വൻകിട റിസോർട്ട് നിർമ്മാണം നടക്കുന്നത്. ടെന്റ് സിറ്റി എന്ന പേരിലുള്ള നിർമ്മാണമാണ്. ഒരു ഗ്രൂപ്പാണ് അവിടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പ്രവേഗ് ഗ്രൂപ്പ് തന്നെയാണ് നേരത്തെയും ബംഗാരം ഐലൻഡിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നത്. വൻകിട നിർമ്മാണങ്ങളാണ് നടക്കുന്നതെന്നും ഇത് തീര നിയമത്തെ യാതൊരു തരത്തിലും മാനിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുമുള്ള ആക്ഷേപമാണ് അവിടെ നിന്നും ഉയരുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഈ സ്ഥലമുടമകളായ ഈ പ്രദേശവാസികളുടെ ഇപ്പോഴത്തെ തീരുമാനം. ലക്ഷദ്വീപിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന പേരിൽ ഒരു സംവിധാനമുണ്ട്. അതനുസരിച്ച് മാത്രമേ ഏതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും സാധ്യമാവുകയുള്ളൂ. തിണ്ണകര ഐലൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിലുള്ള മാൻഗ്രൂവ്സ്, അതായത് ഈ കണ്ടൽ കാടുകൾ ഉള്ള ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഫ്രജൈൽ ഇക്കോളജിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ ഒരു പവിഴ ദ്വീപ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. പവിഴപ്പുറ്റുകൾക്ക് മുകളിലുള്ള ഒരു ദ്വീപ് എന്ന നിലയിൽ അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു നിലക്കും അനുമതി നൽകാൻ പാടില്ലാത്തതാണ്. ഇതെല്ലാം ഈ നിയമങ്ങളും ഈ കോടതി വിധികളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായാണ് ഇപ്പോൾ ഈ ഗുജറാത്ത് കമ്പനി ലക്ഷദ്വീപിലെ തിണ്ണകരയിലും അതുപോലെ തന്നെ ബംഗാരം ദ്വീപിലും അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ശരി മുജീബ്.